സൈറാം, എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു വ്യാഴാഴ്ച കൂടെ വന്നിരിക്കുകയാണ് അല്ലേ. ബാബയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള, എന്നും പ്രാധാന്യമുണ്ടെങ്കിലും നമ്മൾ ബാബ ഡിവോട്ടീസിന് ഏറെ പ്രാധാന്യമുള്ളൊരു ദിവസം വ്യാഴാഴ്ച ദിവസമാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെ അലട്ടുന്ന ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് തന്നെയാണ്. ഇത് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ബാബയുടെ ഒരു സന്ദേശമായി കരുതി മനസ്സിൽ ഏറ്റെടുക്കുക കേട്ടോ. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ചെറിയ ചെറിയ ചിലപ്പോൾ വഴക്കുകൾ, ചെറുതും വലുതുമായ വഴക്കുകൾ, നമ്മളെ ആരും മനസ്സിലാക്കാത്തൊരവസ്ഥ, നമ്മൾക്ക് വേണ്ടത്ര പരിഗണനയില്ലാത്തൊരവസ്ഥ, വീട്ടിലെപ്പോഴും വഴക്കാണ്, കാരണങ്ങളില്ലാതെയുള്ള വഴക്കുകൾ, ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ മിക്കവർക്കും കാണും. അപ്പോൾ അവർക്കായിട്ടുള്ള ബാബ പറയുന്നതായിട്ട് കരുതി നിങ്ങളിത് കേൾക്കുക കേട്ടോ. നമ്മളെപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ ഈ ലോകത്തെ ഫുള്ള് മറന്നേക്കാം, പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന വേദനകൾ, അത് മോശമായിട്ട് ആരെങ്കിലും നമ്മോട് പെരുമാറിയത്, അല്ലെങ്കിൽ നമ്മളെ വേണ്ടത്ര പരിഗണിക്കാത്തത്, നമ്മളെ അവഗണിക്കുന്നത്, നമ്മളെ മനസ്സിലാക്കാത്തത്, ഇതുപോലുള്ള പെയിൻസ് എന്ന് വെച്ചാൽ വേദനകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഈ ലോകത്തിനെയും ലോകത്തിലുള്ള മറ്റെന്ത് കാര്യങ്ങൾ മറന്നിരുന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ ഈ വേദനകളൊന്നും തന്നെ നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ ഒരു വേദനകളും ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താണ് ബാബ എനിക്ക് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർ എന്തുകൊണ്ടാണ് മാറാത്തത്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നല്ലേ. അപ്പോൾ അതിന് നമ്മൾ ബാബ ഭക്തരായിരിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ബാബ എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഒന്ന്, നമുക്ക് ഈ ഒരു പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ഒരു ആത്മീയമായ ഓരോ പാഠങ്ങളാണ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത് പാഠങ്ങളാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രോബ്ലംസിൽ നിന്നും നമുക്ക് ക്ഷമ എന്താണെന്ന് പഠിക്കാൻ പറ്റും. എവിടെ ഏത് സാഹചര്യത്തിൽ മൗനം പാലിക്കണമെന്ന് നമ്മൾ പഠിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കും നമ്മൾ. ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തു നിന്ന് ആര് നമ്മളോട് ചെയ്തിരുന്നാൽ നമുക്ക് ഏൽക്കുന്ന വേദനയിലും നമ്മൾ ചിലപ്പോൾ പഠിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ തന്നെ, നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ തന്നെ നമുക്ക് തരുന്ന വേദനയിൽ നിന്നും മാത്രം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചില പാഠങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ബാബ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളിലെ ഈ ഒരു ഗുണങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയും നിങ്ങളിൽ നല്ലൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയുമാണ് ബാബ ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. 2, എന്താണ് എൻ്റെ ചുറ്റിലുമുള്ളവർ എന്തുകൊണ്ട് മാറുന്നില്ല എന്നായിരിക്കും നമ്മുടെ ഒരു ചോദ്യം അല്ലേ. ആ ചോദിക്കുന്ന സമയത്ത് മാറ്റമെന്ന് പറയുന്നത് ബാബ ആദ്യം വരുത്തുന്നത് നിങ്ങളിൽ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ബാബ തിരഞ്ഞെടുത്തത് നിങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാറ്റമാണ് ബാബയ്ക്ക് മറ്റെന്തിനേക്കാളും പ്രധാനം. അപ്പോൾ നിങ്ങളിലായിരിക്കും ആദ്യം ഒരു മാറ്റം കാണുന്നതും ഉണ്ടാകുന്നതുമൊക്കെ. അത് മറ്റുള്ളവരിൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് അത്രത്തോളം വേദന ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ബാബ നിങ്ങളിലാണ് മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. കാരണം നിങ്ങളാണ് ബാബയ്ക്ക് പ്രധാനപ്പെട്ടത്. ബാബ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാകും. ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും നിങ്ങൾ ഉറപ്പായിട്ടും മോചിതരാകുമെന്ന് മനസ്സറിഞ്ഞ് വിശ്വസിക്കുക. 2, നമ്മൾ ഇതേപോലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ, ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എത്രത്തോളം ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത്രയേറെ വിഷമം നമ്മുടെ ഉള്ളിൽ കൂടും എന്നുള്ളതാണ്. അതിനു പകരം നിങ്ങൾ കണ്ണടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കേണ്ടത്, ഈ സമയത്തും ബാബ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഈ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ ബാബയ്ക്ക് എന്തോ ഒരു തീരുമാനമുണ്ട് എന്ന് വിശ്വസിക്കുക കേട്ടോ. എപ്പോഴും ബാബയുടെ നിരീക്ഷണം നമ്മൾ തന്നെയുണ്ട്. പക്ഷേ നമ്മുടെ ഈ സാഹചര്യം ഇപ്പോൾ മാറുന്നില്ലെങ്കിൽ അതിനും വ്യക്തമായ ഒരു കാരണമുണ്ടാകാം ബാബയുടെ കൈകളിൽ. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഞാൻ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാമല്ലേ. അതിനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെ ആത്മാർത്ഥമായിട്ടും വളരെ പരിശുദ്ധമായ ഒരു മനസ്സ്, അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ ആത്മാവ്, സോൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ
അധികമായി പരീക്ഷണങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് എപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് അത്രയേറെ പരിശുദ്ധമാണ്, അത്രയേറെ നന്മ നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ബാബ നിങ്ങളെ തിരഞ്ഞെടുത്തതും നിങ്ങൾക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതും. ആ പരീക്ഷണങ്ങളുടെയൊക്കെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് നല്ല സന്തോഷവും സമാധാനവും ഒരുപാട് അനുഗ്രഹങ്ങളും നിറഞ്ഞൊരു ജീവിതമായിരിക്കും എന്നെപ്പോഴും മനസ്സിൽ വിശ്വസിക്കുക കേട്ടോ. കാരണം ബാബ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ ചിന്ത തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ സായി സച്ചരിത്രയിൽ തന്നെ ബാബ എന്താണ് ഹേമന്ത് പന്ത്, സായി സച്ചരിത്രം എഴുതിയ ഹേമന്ത് പന്തിന് എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയത്? അദ്ദേഹം അന്ന് നടത്തിയ ഒരു തർക്കമാണല്ലേ. അപ്പോൾ ആ ഒരു തർക്കത്തിൽ നിന്നാണ് ബാബ അദ്ദേഹത്തിന് ആ പേര് തന്നെ നിർദ്ദേശിച്ചത്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ തർക്കത്തിന് മേൽ ക്ഷമ നമ്മൾ അല്ലെങ്കിൽ സമാധാനം നമ്മൾ കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ ഓരോ ദിവസവും ബാബയുടെ ഭക്തരായി കൂടുതൽ ബാബയിൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും ഒരു തർക്കത്തിലൂടെ അതിനെ പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം അവിടെ നിങ്ങൾക്ക് ഒരു ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, സമാധാനിക്കാൻ കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് ഒരു സമാധാനം നൽകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ ബാബ ഭക്തരാകുന്നത്, ബാബയുടെ അടുത്ത് നിൽക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യരായി മാറുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തർക്കങ്ങൾ വേണ്ട. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നമുക്ക് ബാബയുടെ വാക്കുകളിലൂടെ, സമാധാനത്തിലൂടെ നമുക്കത് പരിഹരിക്കാം. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ഞാനീ പറഞ്ഞല്ലോ, സദാ മനസ്സിലോർക്കുക, ബാബ എൻ്റെ എല്ലാ പ്രവൃത്തിയെയും, എൻ്റെ എല്ലാ സാഹചര്യത്തെയും, എൻ്റെ എല്ലാ പ്രാർത്ഥനകളെയും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യാഴാഴ്ച ഉറപ്പായിട്ടും ബാബയുടെ അനുഗ്രഹവും സാമീപ്യവും ഒക്കെ നിങ്ങൾക്കറിയാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ബാബ തരട്ടെ. ഓം സായിറാം.